കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ അതിരൂക്ഷമായ അവഗണന വിദ്യാഭ്യാസ മേഖലയിലേക്കും പടർന്നിരിക്കുന്നു. വയനാടിനെയും ആശാവർക്കർമാർക്ക് നൽകാനുള്ള സാമ്പത്തിക സഹായത്തിലും ഉൾപ്പെടെ പലതിലും കേരളത്തിനോട് കാണിച്ച അവഗണനയ്ക്കു ശേഷം മോദി സർക്കാരിന്റെ പുതിയ നാടകം നടക്കുന്നത് കേരളത്തിലെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനെ താറുമാറാക്കാൻ പാകത്തിൽ വിദ്യാഭ്യാസ മേഖലയിലാണ്. ഇതുവരെ കളിച്ചതുപോലെയുള്ള കളിയല്ല ഇത്. കേരളത്തിലെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ഭാവി വെച്ചാണ് മോദി സർക്കാർ ഈ കളി നടത്തുന്നത്. ഒരു സംസ്ഥാനത്തിനോടോ സംസ്ഥാനത്തിന്റെ ഭരണകൂടത്തോടോ ഉള്ള വെറുപ്പും വിദ്വേഷവും കാണിക്കേണ്ടത് വളർന്നു വരുന്ന തലമുറയുടെ ഭാവി തുലച്ചുകൊണ്ടാകരുത് സർക്കാരെ. പൊതുവിദ്യാഭ്യാസ മേഖലയുടെ വികസനത്തിനായി കുടിശ്ശികയടക്കം കേരളത്തിന് ലഭിക്കേണ്ട കേന്ദ്ര വിഹിതം 1186.84 കോടി രൂപയെന്ന് വിദ്യാഭ്യാസ മന്ത്രി VK ശിവൻകുട്ടി പറഞ്ഞു. തുക അടിയന്തരമായി അനുവദിക്കാൻ കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് മന്ത്രി പറയുന്നു. 2023-24 കേന്ദ്ര വിഹിതത്തിലെ കുടിശ്ശിക 280.58 കോടി രൂപയാണ്. 2024-25 കേന്ദ്ര വിഹിതത്തിലെ കുടിശ്ശിക 513.54 കോടി രൂപയാണ്. 2025-26 അംഗീകരിച്ച തുക 654.54 കോടി രൂപയുമാണ്. PM ശ്രീ പദ്ധതിയിലേക്ക് ഒപ്പുവെച്ചില്ലെന്ന് പറഞ്ഞ് കേരളത്തിന് അർഹമായ വിഹിതം കേന്ദ്ര സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഒളിമ്പിക്സിന്റെ മാതൃകയിൽ കൊച്ചിയിൽ സംഘടിപ്പിച്ച കേരള സ്കൂൾ കായികമേള ഇൻക്ലൂസീവായി സംഘടിപ്പിച്ചതിന് കേരളത്തെയും സമഗ്ര ശിക്ഷ കേരളയെയും പ്രശംസിക്കുമ്പോൾ തന്നെ സമഗ്ര ശിക്ഷ കേരളയ്ക്കുള്ള ഫണ്ട് തടഞ്ഞു വെക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തത്. PM ശ്രീ ഒരു സമഗ്ര ശിക്ഷാ നിർദ്ദേശങ്ങളുടെയും ഭാഗമായിരുന്നില്ല. ഇതാണ് യാഥാർത്ഥ്യം. 40% സംസ്ഥാന ധനസഹായം ആവശ്യമുള്ള പദ്ധതിയെക്കുറിച്ച് കേരളത്തിന് ന്യായമായ ആശങ്കകൾ ഉണ്ടായിരുന്നിട്ടും കേന്ദ്രം അവ പരിഹരിക്കാൻ തയ്യാറായിട്ടില്ല. ഭിന്നശേഷിക്കാരായ കുട്ടികളിൽ ഇത് ചെലുത്തുന്ന സ്വാധീനം അതിലും ആശങ്കാജനകമാണ്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വിദ്യാഭ്യാസം നൽകുന്നതിനും കായിക വിനോദങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും കേരളത്തെ പ്രശംസിക്കുന്ന കേന്ദ്ര സർക്കാർ അവരുടെ വിദ്യാഭ്യാസത്തിനും പിന്തുണയ്ക്കും വേണ്ടി ഫണ്ട് തടഞ്ഞു വെക്കുകയാണ് ചെയ്തത്. എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും ഗുണനിലവാരമുള്ളതുമായ വിദ്യാഭ്യാസത്തിന് പ്രതിജ്ഞാബദ്ധമായ കേരള മോഡലിനെ ദുർബലപ്പെടുത്താനുള്ള നീക്കങ്ങളിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്തിരിയണമെന്ന് V ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. വിദ്യാഭ്യാസത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. ആ സംസ്ഥാനത്തിലെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം വഴിമുട്ടിച്ചിട്ട് മോദി സർക്കാർ എന്ത് ഭരണമാണ് ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത്? ഇത് എന്തൊരു ചീഞ്ഞ ഭരണമാണ്. വിദ്യാഭ്യാസം ഏതൊരു കുട്ടിയുടെയും അവകാശമാണ്. ഇപ്പോൾ മോദി കാണിക്കുന്നത് ആ അവകാശത്തിനെതിരെയുള്ള നിഷേധമാണ്. നാളത്തെ തലമുറയാണ് കുട്ടികൾ. അവർ വിദ്യാസമ്പന്നരായി വളർന്നു വന്നില്ല എങ്കിൽ കേരളത്തിന്റെ മാത്രമല്ല ഇന്ത്യയുടെ തന്നെ സാമ്പത്തിക സാമൂഹിക സാഹചര്യങ്ങളൊക്കെ തകർന്ന് തരിപ്പണമാകുമെന്നിരിക്കെ മോദി സർക്കാർ കാണിക്കുന്ന ക്രൂരതയ്ക്ക് മാപ്പില്ല സർക്കാരെ. നിങ്ങളുടെ ജീർണിച്ച രാഷ്ട്രീയത്തിന് കേരളത്തിലെ പിഞ്ചു കുഞ്ഞുങ്ങൾ എന്തു പിഴച്ചു? രാഷ്ട്രീയം എന്നാൽ ഇന്നറിയാത്ത ഇടതുപക്ഷവും വലതുപക്ഷവും BJP സർക്കാരും എന്തെന്നറിയാത്ത കേരളത്തിലെ കുഞ്ഞുമക്കളുടെ ഭാവി തെളിച്ചിട്ട് നിങ്ങൾ പറയുന്ന വേദവാക്യങ്ങളൊക്കെ അപ്പാടെ വിഴുങ്ങുന്ന ചിന്താശേഷിയും ബോധവുമില്ലാത്ത ഒരു തലമുറയെ സൃഷ്ടിച്ചെടുക്കാനുള്ള വ്യഗ്രതയാണ് ഈ കാണിക്കുന്നതെങ്കിൽ ഇതിനൊക്കെ കണക്കു പറയേണ്ടി വരും. തരാനുള്ളതൊന്നും ഔദാര്യമല്ല, ഞങ്ങളുടെ അവകാശമാണ്. പാവപ്പെട്ട കുഞ്ഞുങ്ങളോട് നെറികേട് കാണിക്കരുത് മോദി സർക്കാർ.